إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ പുരുഷന്മാരെ, സ്ത്രീകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ ഭരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, നിത്യമായ ജാഗ്രത, എപ്പോഴുമുള്ള ശ്രദ്ധ എന്നും എപ്പോഴും എവിടെ വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. ഒരു മനുഷ്യന്റെ പാരത്രിക ജീവിതം ധന്യമാക്കാൻ അവന് പ്രധാനമായി ഹേതുവാകുന്ന ഒരു സംഗതിയാണ് അവൻ ആർജിച്ചെടുക്കുന്ന ദീനിയായ അറിവ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ദുനിയാവിയായ ഭൗതിക ജീവിതം അത് സന്തോഷപരവും സമാധാനവും പൂർണ്ണമാക്കാൻ അവനൊരു വേള ഒരു പരിധിവരെയെങ്കിലും സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് മതത്തിലുള്ള അറിവ് എന്ന് പറയുന്നത്. അത് അവനിലുണ്ടാകണം, അവൻ്റെ കുട്ടികളിലുണ്ടാവണം, അവൻ്റെ ഭാര്യയിലുണ്ടാവണം, അവൻ്റെ കുടുംബക്കാരിലുണ്ടാകണം. അങ്ങനെ മനുഷ്യൻ നിത്യമായി നിതാന്തമായി ഒരു മുസ്ലിം ദീനിൽ ആർജിച്ചെടുക്കുന്ന അറിവുകൾ, അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മതത്തിലുണ്ടാകുന്ന അറിവിനെ അങ്ങേയറ്റം പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അതേ, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും നിങ്ങളിൽ നിന്ന് അറിവ് നേടിയവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പദവികൾ ഉയർത്തുന്നതാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിസൂക്ഷ്മമായി അവൻ അറിയുന്നുണ്ട്. എന്ന് വെച്ചാൽ വിശ്വാസികളെയും വിശ്വാസികളിൽ നിന്ന് അറിവ് നേടിയവരെയും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ഈ രീതിയിൽ പദവികൾ ഉയർത്തുന്നുണ്ട് എന്നാണ് അല്ലാഹു പറഞ്ഞു തന്നിട്ടുള്ളത്. തഫ്സീറുൽ ഖുർത്തുബിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദഹല്ലാഹുൽ ഉലമാ ഫീ ഹാദിഹിൽ ആയ. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചത്, അതിനെ വ്യാഖ്യാനിച്ചത്, പുകഴ്ത്തിയത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ഡിതന്മാരെ കുറിച്ച് പുകഴ്ത്തിയത് ഇങ്ങനെയാണ് ഈ ആയത്തിലൂടെ. വൽ മഅന അന്നഹു യർഫഉല്ലാഹു അല്ലദീ യൂതുൽ ഇൽമ അലല്ലദീന ആമനൂ വലം യുതൗൽ ഇൽമ. വിശ്വാസികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് നൽകിയവരുടെ പദവികൾ ഉയർത്തും. അതുപോലെ വിശ്വാസികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ ഉയർത്തും? അറിവ് നൽകാത്ത വിശ്വാസികളെയും അറിവ് നൽകുന്ന വിശ്വാസികളെയും വേർതിരിക്കുന്ന ഒരായത്താണിത്. ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന ബിൽ ഇൽമി ലി അഹ്ലി ഫദ്ല വഇന്ന ലഹു അലാ അഹ്ലി ഹഖ വൽ അംരി ലിൽ ഹഖി അലൈക അയ്യുൽ ആലമിൽ ഫദ്ൽ വല്ലാഹു മുഅ്തി കുല്ലി ദി ഫദ്ലിൻ ഫദ്ല. എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് ഇൽമ കൊടുക്കുന്നുണ്ട്. ആ ഇൽമ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവൻ നൽകുന്നുണ്ട്, അവൻ ഉയർത്തുന്നുണ്ട്.
വിശ്വസിച്ചവരിൽ തന്നെ വേർതിരിവുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് അത് അറിവ് നേടിയവരാണ്. എല്ലാ വിശ്വാസികളും ഒരുപോലെയല്ല. അറിവ് നേടിയ വിശ്വാസികൾ മറ്റു രീതിയിൽ ഉയർത്തപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് മുത്തറഫ് ഇബ്നു അബ്ദില്ലാ അദ്ദേഹം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് അറിവ് സമ്പാദിക്കുന്നതാണ്. ആരാധനകളെക്കാൾ അല്ലെങ്കിൽ ആരാധനയേക്കാൾ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ, ഇബാദത്ത് വേണം വേണ്ടെന്നല്ല, പക്ഷേ നിരന്തമായ ധാരാളമായ സുന്നത്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു അടിമയിൽ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവൻ അറിവ് നേടുന്നതാണ്, ദീനിയായ അറിവ് ആർജിച്ചെടുക്കുന്നതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. തഫ്സീർ ഖുർത്തുബിൽ കാണാം, അയ്യു സവാബി ഫിൽ ആഖിറതി വഫിൽ കറാമത്തി ഫിദ് ദുനിയ, പരലോകത്ത് അതിനുള്ള പ്രതിഫലമുണ്ട് അറിവിന്. വഫിൽ കറാമത്തി ഫിദ് ദുനിയ, ദുനിയാവിലെ ആദരവുകളുണ്ട്. ദുനിയാവിൽ നേടിയെടുക്കുന്ന ഒരു അറിവ് നേടിയവർക്ക്, ഒരു ആലിമിന്, ഒരു പണ്ഡിതന് അവന് ലഭിക്കുന്ന ആദരവുകളുണ്ട്. വയർഫുൽ മുഅ്മിനി അലാ മൻ ലൈസ ബി മുഅ്മിനിൻ വൽ ആലിമി അലാ മൻ ലൈസ ബി ആലിമിൻ, വിശ്വാസികൾക്കും പണ്ഡിതന്മാർക്കും തമ്മിലുള്ള വേർതിരിവ്, വിശ്വാസികളായ പണ്ഡിതന്മാർക്ക് തമ്മിലുള്ള വേർതിരിവ് എന്ന് പറയുന്നത് അത് ഇൽമാണ്. അത് രണ്ട് സമമാകുകയില്ല. വിശ്വാസവും അതുപോലെ തന്നെ വിശ്വാസത്തിൽ ഊന്നി നടക്കുന്ന അറിവുള്ളവരും തമ്മിൽ അത് ഒരിക്കലും സമമാകുകയില്ല. മറ്റു വിശ്വാസികളെക്കാൾ അറിവുള്ള വിശ്വാസികളുടെ പദവികൾ ഉയർത്തുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുക. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിലൂടെ നമ്മോട് പറഞ്ഞു തന്നൊരു കാര്യമാണ്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഷഹിദല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യത്വം വഹിച്ചിരിക്കുന്നു. ഏതിന്? അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്നതിന് അല്ലാഹു സാക്ഷ്യത്വം വഹിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു തരികയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹുമില്ല. നാഫിയൻ ജമീഅമായി യുഅബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന്റെ പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും അത് നിഷേധിക്കുന്നു, അള്ളാഹുവിനെ സ്ഥാപിക്കുന്നു. അതിനാരാണ് സാക്ഷ്യത്വം വഹിക്കുന്നത്? അത് അള്ളാഹു തന്നെയാണ്. വൽ മലായികത്തു, മലക്കുകളും സാക്ഷ്യത്വം വഹിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ കൂടെ ചേർത്തിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു സാക്ഷ്യത്വം വഹിച്ചിരിക്കുന്നു, ഒപ്പം മലക്കുകളും സാക്ഷ്യത്വം വഹിച്ചിരിക്കുന്നു. വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്, നീതിയിൽ നിലനിർപ്പിക്കുന്ന പണ്ഡിതന്മാരും അതിന് സാക്ഷ്യത്വം വഹിച്ചിരിക്കുന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യത്വം വഹിച്ചതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കൊണ്ടുവരുന്നത് ആരൊക്കെയാണ്? ഒന്ന് അല്ലാഹുവിനെ തന്നെയാണ്, രണ്ടാമത്തത് മലക്കുകളെയാണ്. ആ മലക്കുകളുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തി പറയുന്നത് നീതിയിൽ അധിഷ്ഠിതമായി നിലകൊള്ളുന്ന പണ്ഡിതന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യത്വം വഹിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് തഫ്സീർ ഖുർത്തുബിയിൽ കാണാം, ഫി ഹാദിൽ ആയത്തി ദലീലുൻ അലാ ഫദ്ലിൽ ഇൽമി വശറഫുൽ ഉലമായി വഫദ്ലിഹി. ഈ ആയത്ത് തെളിവാണ്. എന്തിനുള്ള തെളിവ്? പണ്ഡിതന്മാർക്കുള്ള തെളിവാണ്. പണ്ഡിതന്മാർക്കുള്ള തെളിവാണ്. അവരുടെ ഫളിനുള്ള, അവരുടെ മഹത്വത്തിനുള്ള, അവരുടെ ഉന്നതിക്കുള്ള, ഉന്നമനത്തിനുള്ള, അല്ലെങ്കിൽ അവരുടെ ഔന്നത്യത്തിനുള്ള തെളിവാണ്. ഫൈനഹു ലൗ കാന അഹദുൻ മശറഫ മിനൽ ഉലമായി ലകറനഹുമുല്ലാഹു ബിസ്മിഹി വസ്മി മലായികതി കമാ കറന ഇസ്മിൽ ഉലമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ചേർത്തി പറഞ്ഞത് ഏതിനോടാണ്? അതെ, അല്ലാഹുവിനോട് തന്നെയാണ്. അതുപോലെ തന്നെ മലക്കുകളുടെ കൂടെ തന്നെയാണ്. ആ പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യത്വം വഹിച്ച എന്ന രീതിയിൽ കൊണ്ടുവന്നത് ഇവരുടെ കൂടെയാണെങ്കിൽ, അല്ലാഹുവിന്റെ കൂടെയും മലക്കുകളുടെ കൂടെയാണെങ്കിൽ അത് പണ്ഡിതന്മാർക്കുള്ള മഹത്വമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തെ മിഫ്താഹു ദാറുസ് സഹാദ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലാഹു ഏകനാണ് എന്നതിന്, തൗഹീദിന് പണ്ഡിതന്മാരുടെ സാക്ഷ്യത്വം സ്വീകരിച്ചു. ഇത് അവരുടെ മഹത്വത്തിനുള്ള തെളിവാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു എന്നതിന് സാക്ഷിയാണ്. കൂടെ പണ്ഡിതന്മാരെ ബന്ധിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അത് അവരുടെ മഹത്വത്തിന്റെ തെളിവാണ്. മലക്കുകളോട് അവരുടെ സാക്ഷ്യത്തോട് പണ്ഡിതന്മാരെയും ചേർത്തി പറഞ്ഞു എന്നുള്ളത് അവരുടെ മഹത്വത്തിന്റെ തെളിവാണ്. സാക്ഷികൾ നീതിമാനായിരിക്കണം, ഉദൂലായിരിക്കണം,
ഉലുൽ ഇൽമുകാർ ആ കൂട്ടത്തിൽപ്പെട്ടവരായിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞത് അവരുടെ മഹത്വത്തിന്റെ തെളിവാണ്. ഒപ്പം നിശ്ചയം പണ്ഡിതന്മാർ അവരുടെ വിശേഷണങ്ങളും അവരുടെ അവസ്ഥകളും അള്ളാഹു അവനിലേക്ക് പ്രത്യേകമാക്കി. ഇത് തെളിയിക്കുന്ന എന്താണ്? അവർ അള്ളാഹുവിന്റെ കൂട്ടുകാരും അവന്റെ ആൾക്കാരുമാണ്. ഇത് അവർക്കുള്ള ആലങ്കാരികമായ പ്രയോഗമല്ല എന്നാണ്. മറ്റൊന്ന്, അള്ളാഹു സ്വയം സാക്ഷ്യം സ്വീകരിച്ചെടുത്ത് സൃഷ്ടികളിൽ മലക്കുകളെയും പണ്ഡിതന്മാരെയും സാക്ഷികളാക്കി എന്നുള്ളത് മതി അവർക്കുള്ള തെളിവായി, അവർക്കുള്ള മഹത്വത്തിനെ അറിയിക്കാനെന്ന് അദ്ദേഹം എടുത്തു കൊടുത്തായി കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞു, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അതേ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകുമോ? അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകുമോ? ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നഹു സുബ്ഹാനഹു നഫ തസ്മിയത ബൈന അഹ്ലി വ ബൈന ഗൈരിഹിം കമാ നഫ തസ്മിയത ബൈന അസ്ഹാബിൽ ജന്നതി വ അസ്ഹാബിൻ നാർ. ഏത് വരെ എന്നറിയാമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന, സ്വർഗ്ഗവാസികളും നരകവാസികളും സമമാകുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുന്നത്, പണ്ഡിതന്മാരും അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാക്കുമോ എന്നത്. എന്ന് വെച്ചാൽ സ്വർഗവാസികളും നരകവാസികളും എങ്ങനെ സമമാകാതിരിക്കും എന്നതുപോലെ പണ്ഡിതന്മാരും അറിവില്ലാത്തവരും ഒരിക്കലും സമമാകുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഊട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മഹത്വത്തിനുള്ള അങ്ങേയറ്റത്തെ സംഗതിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് അവരുടെ മഹത്വത്തിനുള്ള അങ്ങേയറ്റത്തെ പാരമ്യമാണ് അറിയിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സഹോദരന്മാരെ, ഇങ്ങനെ എത്ര ആയാത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിലുള്ള അറിവുള്ളവരെയാണ് ഉയർത്തി കാണിച്ചു തരുന്നത് എന്നത് അവരുടെ മഹത്വത്തിന്റെയും അവരുടെ ഫളിലിന്റെയും ഔന്നത്യത്തിന്റെയും അവരുടെ ഉന്നതങ്ങളുടെയും അങ്ങേയറ്റം വിരാജിക്കുന്നതിന്റെ അള്ളാഹുവിന്റെ അടുക്കലുള്ള തെളിവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞു, വയറല്ലദീന ഊതുൽ ഇൽമല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക വൽ ഹഖ് വയഹ്ദി ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. വയറല്ലദീന ഊതുൽ ഇൽം, അതേ പണ്ഡിതന്മാർ കാണുന്നുണ്ട്, അറിവുള്ളവർ കാണുന്നുണ്ട്. അല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക വൽ ഹഖ്, നിനക്ക് ഇറക്കപ്പെട്ടത്, താങ്കൾക്ക് ഇറക്കപ്പെട്ടത്, റസൂലേ താങ്കൾക്ക് ഇറക്കപ്പെട്ടത് സത്യമാണ് എന്നുള്ളത് പണ്ഡിതന്മാർ കാണുന്നുണ്ട്, പണ്ഡിതന്മാർ അറിയുന്നുണ്ട് എന്നാണ്. വയഹ്ദി ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്കാണ് അത് നയിക്കുന്നത് എന്നതും പണ്ഡിതന്മാർ അറിയുന്നുണ്ട്, പണ്ഡിതന്മാർ കാണുന്നുണ്ട് എന്നാണ്. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ദീനിലുള്ള അറിവുള്ളവരെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, അഖ്ബറ സുബ്ഹാനഹു അൻ ഉലിൽ ഇൽമി ബിഅന്നഹും യറൗന മാ ഉൻസില ഇലൈഹിം മിർ റബ്ബി ഹഖ്ഖ വജഅല ഹാദാ സനാഖൻ അലൈഹിം വസ്തിഷ്ഹാദൻ ബിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ഡിതന്മാരെ അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഇറക്കപ്പെടുന്ന സത്യത്തെ സാക്ഷികളായി കൊണ്ടുവന്നത് അവർക്കുള്ള അംഗീകാരമാണ്, അവർക്കുള്ള പുകഴ്ത്തലാണ്, അവർക്കുള്ള സാക്ഷ്യത്വം പറയലാണ്. ആരെ? ദീനിൽ അറിവുള്ളവരെ കുറിച്ച്. സഹോദരന്മാരെ, ഇതുപോലെയുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞില്ലേ, 43-ാമത്തെ വചനത്തിൽ, വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം, താങ്കൾക്ക് മുമ്പ് വഹി നൽകപ്പെട്ട രീതിയിലല്ലാതെ ഒരാളെയും നാം നിയോഗിച്ചിട്ടില്ല. ഫസ്അലൂ അഹ്ല സിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അറിവില്ലാത്ത കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ഫസ്അലൂ അഹ്ല സിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, താങ്കൾക്ക് മനസ്സിലാകാത്ത, താങ്കൾക്ക് അറിയാത്ത സംഗതികൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ആരോടാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ഖുർതുബിയിൽ കാണാം, തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഹ്ലുൽ സിക്രി എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ഖുർആനാണ്. വക്കീലെ അഹ്ലുൽ ഇൽമ്, അറിവ് നേടിയപ്പെട്ടവർ, അറിവുള്ളവർ, അല്ലെങ്കിൽ കൂടുതൽ പരിജ്ഞാനമുള്ളവർ. വൽ മഅന മുതകാരിബുൻ,
നല്ല മൂപ്പത്തിയ നല്ല രീതിയിൽ അറിവ് നേടിയ ആൾക്കാർ, അവരോട് നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണമെന്നാണ്. എല്ലാവരോടും ചോദിക്കാൻ വേണ്ടിയിട്ടല്ല, നല്ല രീതിയിൽ ജ്ഞാനം നേടിയ, അറിവ് നേടിയ, ദീനിൽ അവഗാഹം നേടിയ ആൾക്കാരോട് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളെ ചോദിച്ചു പഠിക്കണമെന്നാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിൽ ഉലമാ, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിൽ ഉലമാ. അല്ലാഹുവിന്റെ അടിമകളിൽ വെച്ച് അല്ലാഹുവിനെ ഭയക്കുന്നത്, അല്ലാഹുവിനെ പേടിക്കുന്നത് പണ്ഡിതന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇന്നമാ, അവർ മാത്രമാണ്, യഖ്ഷല്ലാഹു മിൻ ഇബാദിൽ ഉലമാ, തീർച്ചയായും അല്ലാഹുവിന്റെ അടിമകളിൽ വെച്ച് അല്ലാഹുവിനെ ഭയക്കുന്നത്, അല്ലാഹുവിനെ പേടിക്കുന്നത് അത് അറിവുള്ളവരാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അഖ്ബറ സുബ്ഹാനഹു അന്ന അഹ്ലൽ ഇൽമി ഹും അഹ്ലു ഖശിയതിഹി ബൽ ഖസ്സഹും മിൻ ബൈനിൻ നാസി ബിദാലിക ഫഖാല തആല ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിൽ ഉലമാ ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ വഹാദാ അസ്റും ലി ഖശിയതിഹി ഫി ഉലിൽ ഇൽം. അതെ, അറിവുള്ളവരെ, അവനെ ഭയക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിമിതപ്പെടുത്തി എന്നത് അവർക്കുള്ള അംഗീകാരമാണ്. കാരണം എന്ത്? അള്ളാഹുവിനെ അവർ നന്നായിട്ട് അറിയുന്നുണ്ട്, പരലോകത്തെ പറ്റി അറിയുന്നുണ്ട്, പ്രവാചകനെ പറ്റി അറിയുന്നുണ്ട്, പ്രവാചകന്റെ കിതാബുകളെ പറ്റി അറിയുന്നുണ്ട്, വേദഗ്രന്ഥങ്ങളെ പറ്റി പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ രക്ഷാശിക്ഷകളെ കുറിച്ച് അഗാധമായി അവർ അറിഞ്ഞവരാണ്, മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയക്കുക അല്ലെങ്കിൽ ഭയക്കുന്നവർ എന്ന് പറയുന്നത് അത് അറിവുള്ളവരാണ്, പണ്ഡിതന്മാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, ചരിത്രത്തിൽ ഇന്നലകളിൽ കടന്നുപോയ പണ്ഡിതന്മാരെ ഇന്നും ലോകം സ്മരിക്കുന്നുണ്ട്. സഹാബികളിൽപ്പെട്ടവർ, താബീകളിൽപ്പെട്ടവർ, മക്കയിലെയും കൂഫയിലെയും ഷാമിലെയും ബസ്രയിലെയും പണ്ഡിതന്മാർ, നിരവധി ഹദീസ് പണ്ഡിതന്മാർ, അതിനെ തഹ്ഖീഖ് ചെയ്ത പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് സ്മരിക്കുന്നു. അവർക്ക് ദീനിലുള്ള അറിവായിരുന്നു. പിൻതലമുറകൾ അവരെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. അവരുടെ നന്മകളിൽ, ആ നന്മകളിൽ അവർ രേഖപ്പെടുത്തിയ കാര്യങ്ങളിൽ അവർ ഇപ്പോഴും അയവിറക്കിക്കൊണ്ടിരിക്കുന്നു. പള്ളികളിൽ, മിമ്പറുകളിൽ എത്രയെത്ര സമയത്താണ്, എത്ര സ്ഥലങ്ങളിലാണ് അവരുടെ നാമങ്ങൾ ഉച്ചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇമാം ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, നിസായി, ഹാക്കിം, ഇബ്നു മാജ, ബൈഹഖി, ദാരിമി, ഇബ്നു ഖുസൈമ, ഷാഫി, ഹനഫി, മാലിക്, അഹ്മദ്, ഇബ്നു തൈമിയ, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് പോലുള്ള പണ്ഡിതന്മാർ, അവരൊക്കെ ഇന്ന് ലോകം സ്മരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ദീനിലുള്ള അവരുടെ അറിവായിരുന്നു. ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരിക്കൽ ഒരു സ്മരണയുണ്ടായി. ആരാണ് രണ്ട് മനുഷ്യന്മാരിൽ ഏറ്റവും ഉന്നതർ എന്നൊരു ചോദ്യമുണ്ടായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത മറുപടി, അഹദുമാ ആബിദുൻ വൽ ആഖിറ ആലിമുൻ. ഒരു മനുഷ്യൻ ആലിമാണ്, അയാൾ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, ധാരാളം സൽക്രമങ്ങൾ ചെയ്യുന്നതാണ്. വൽ ആഖിറു ആലിമുൻ, മറ്റേയാള് പണ്ഡിതനാണ്, അറിവുള്ളവനാണ്. അയാൾക്ക് ഇയാൾ ചെയ്യുന്ന അത്ര ചിലപ്പോൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അദ്ദേഹം ചിലപ്പോൾ കിതാബുകൾ പരത്തുന്ന അവസ്ഥയിലായിരിക്കാം, ഉദ്ധരണികൾ പരത്തുന്ന അവസ്ഥയിലായിരിക്കാം, കർമ്മശാസ്ത്രത്തിന്റെ കീറാമുട്ട പ്രശ്നങ്ങളെ കുറിച്ച് അപഗ്രഹം ചെയ്ത് അതിനെ വേർതിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവരെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും പുണ്യവാന്മാർ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ഫളുൽ ആലിമി അലൽ ആബിദി കഫളി അല അദിനക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്നവനേക്കാൾ അവന് എന്നിൽ എങ്ങനെയാണ് ശ്രേഷ്ഠതയുള്ളത്, അതുപോലെയാണ് ഒരു ആബിദിന് ആലിമിന്റെ അടുത്തുള്ള ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ആലിമിന് ആബിദിന്റെ അടുത്തുള്ള ശ്രേഷ്ഠത എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്നവനായ ഒരു മനുഷ്യനെടുത്ത് കരുതുക, അവന്റെ അടുക്കൽ ഞാൻ എങ്ങനെയാണ് ഉന്നതനായിരിക്കുന്നത്, അതിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെയാണ് ആബിദിന്റെ അടുത്ത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ആരാധനകൾക്കും ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാൾ ആലിമിന്, പണ്ഡിതനുള്ള ശ്രേഷ്ഠത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ وملائكته واهل السماوات والارض حتى النمله في جحرها وحتى الحوت ليصلون على معلم الناس الخير. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും
ആകാശഭൂമിയിലുള്ളവരും മാളത്തിലുള്ള ഉറുമ്പുകളും മത്സ്യവും തീർച്ചയായും ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ അള്ളാഹു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചൊരിയുന്നുണ്ടെന്നാണ്. മലക്കുകൾ അവർ ദുആ ചെയ്യും. ചിലതിൽ മലക്കുകൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുമെന്നുണ്ട്. അതായത് ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്ന മുഅല്ലിമിന് വേണ്ടി, ഒരു ദായിക്ക് വേണ്ടി, ഒരു നല്ല പണ്ഡിതന് വേണ്ടി മലക്കുകൾ ഇസ്തിഗ്ഫാർ ചെയ്യും, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ലറല്ലാഹു ഇബ്രാൻ സമിയ മിന്നാ ഷൈഅൻ ഫബല്ലഗു കമാ സമി ഫറുബ്ബ മുബല്ലിഗിൻ അവ്വാ മിൻ സാമീൻ. അതെ, നമ്മിൽ നിന്ന് വല്ലതും കേട്ട് അതുപോലെ എത്തിച്ചു കൊടുക്കുന്ന വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശിപ്പിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ. നല്ലറല്ലാഹു ഇബ്രാൻ, ഒരു മനുഷ്യന്റെ മുഖത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം ചൊരിയട്ടെ. നമ്മിൽ നിന്ന് വല്ലതും കേട്ട്, നമ്മിൽ നിന്ന് വല്ലതും പഠിച്ച്, നമ്മിൽ നിന്ന് വല്ലതും ഗ്രഹിച്ച് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്ക് അള്ളാഹുവിന്റെ പ്രകാശം ഉണ്ടാകട്ടെ. കേൾക്കുന്നവനേക്കാൾ ഗ്രഹിക്കുന്ന എത്രയോ എത്തിച്ചു കൊടുക്കുന്ന ആളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ലറല്ലാഹു ഇബ്രാൻ സമിയ മഖാലതി ഫവാഹ, എന്റെ വാക്യം കേട്ട് മനസ്സിലാക്കുകയും എന്നിട്ട് അത് അത് ഹൃദയസ്ഥമാക്കുകയും എന്നിട്ട് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് അള്ളാഹുവിന്റെ പ്രകാശം ഉണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസും ലാ യുഗില്ലു അലൈഹിന്ന ഖൽബു മുസ്ലിമീൻ, മുസ്ലിമിന്റെ ഹൃദയം ചതിയിൽപ്പെടാത്ത 3 കാര്യമുണ്ട്. മുസ്ലിമിന്റെ ഹൃദയം ചതിയിൽപ്പെടാത്ത 3 കാര്യമുണ്ട്. ഒന്ന് ഇഖ്ലാസുൽ അമലില്ല, ഒന്ന് അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോട് കൂടിയുള്ള പ്രവർത്തനമാണ്. വമുനാസറത്തുൽ അയിമത്തുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഇമാമുമാരോട് നന്മ ഉപദേശിക്കലാണ്. വലുസൂമു ജമാഅത്തിഹിം, അവരുടെ സംഘത്തിൽ എപ്പോഴും ഉണ്ടാകുക എന്നതാണ്. ഫൈന ദഅവത തുഹീതു മിൻ വറാഹിഹിം, സത്യത്തിലേക്ക് വിളിക്കുന്ന അവരെ, സത്യത്തിലേക്കുള്ള വിളി അവരെ വലയം ചെയ്തിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ സത്യം പറയുന്ന ഒരു ജമാഅത്തിന്റെ കൂടെ ഉണ്ടാകുക, മുസ്ലിങ്ങളുടെ ഇമാമുമാരോട് നന്മ ഉപദേശിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഖ്ലാസോട് കൂടി പ്രവർത്തിക്കുക. ഒപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അവർക്ക് മഹത്തരമേറിയ പുണ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരന്മാരെ, ഇതൊക്കെ മനസ്സിലാക്കി തരുന്ന സംഗതി എന്താണ്? അറിവിന്റെ, ഇൽമിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ ഇന്നമാ വറസുൽ ഇൽം ഫമൻ അഖദഹു ബിഹല്ലിൻ വാഫിർ. തീർച്ചയായും പ്രവാചകന്മാർ അവർ അനന്തര സ്വത്തായി വിട്ടേച്ചു പോകുന്നത് ദീനാറോ ദിർഹമോ അല്ല, മറിച്ച് അവർ അനന്തര സ്വത്തുക്കളായി വിട്ടേച്ചു പോകുന്നത് എന്താണ്? അത് ഇൽമാണ്. ഫമൻ അഖദഹു ബിഹല്ലിൻ വാഫിർ, അത് വാങ്ങുന്നവൻ മഹത്തായ ഒരു വിഹിതമാണ് വാങ്ങുന്നത്. പ്രവാചകന്മാർക്ക് അനന്തര സ്വത്തുക്കൾ വീതം വെക്കാൻ ഒന്നും ഉണ്ടാവുകയില്ല. അവർ അനന്തര സ്വത്തുക്കളായി വിട്ടേച്ചു പോയത് എന്താണെന്ന് ചോദിച്ചാൽ ഇൽമാണ്, കിതാബാണ്, ഹദീസുകളാണ്, അവരുടെ അറിവുകളാണ്, അവരുടെ ജ്ഞാനങ്ങളാണ്, അവരുടെ പരിശീലനങ്ങളാണ്. അതാണ് അവർ വിട്ടേച്ചു പോയിരിക്കുന്നത്. അതുപോലെയാണ് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അവർ പകർന്നു കൊടുക്കുന്നത് എന്താണ്? അവർ അറിവാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ദീനിലുള്ള അറിവ് നേടുക എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമല്ല. ഒരുപാട് ഹദീസുകൾ ഇത് സംബന്ധമായി നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കും. ദീനിൽ അറിവ് നേടുക എന്നത് അത് മഹത്തരമായ കാര്യമാണ്. നമുക്കറിയാം, ഭൗതികമായ വിജ്ഞാനത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നിലവിലുള്ളത്. പഴയ കാലത്തൊക്കെ യൂണിവേഴ്സിറ്റി ഡിഗ്രികളായിരുന്നു നമ്മളൊക്കെ ആശ്രയിച്ചിരുന്നെങ്കിൽ ഇന്ന് അതിനപ്പുറമുള്ള ഒരുപാട് ഡിഗ്രികളും കോഴ്സുകളും തൊഴിലധിഷ്ഠിത കോഴ്സുകളുമാണ് പരന്നു കിടക്കുന്നത്. എന്നാൽ ദീനിയായ അറിവ് നേടാനുള്ള മനുഷ്യന്റെ താല്പര്യം എത്രയുണ്ട് എന്ന് നാം കൂലങ്കുശിതമായി ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും
മക്കളെ ദീനിയായ വിജ്ഞാനം നുകരുവാൻ, ആ രൂപത്തിൽ പഠിപ്പിക്കുവാൻ നാം താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് ആത്യന്തികമായി ചിന്തിച്ചാൽ ആ താല്പര്യം നമ്മളിൽ നിന്ന് വളരെ കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ദുനിയാവിൽ ഒന്നും സമ്പാദിക്കുന്നില്ല. ഏത് സമയത്താണ് അള്ളാഹുവിന്റെ വിളി നമ്മുടെ മുന്നിൽ വരിക എന്നത് നമുക്കൊരിക്കലും പറയാൻ വേണ്ടി സാധ്യമല്ല. അപ്പോൾ നമുക്ക് വേണ്ടി ദുആയിരിക്കുന്ന മക്കൾ ഉണ്ടാകുക, നമുക്ക് വേണ്ടി ദുആയിരിക്കുന്ന ഭാര്യമാരുണ്ടാകുക, നമുക്ക് വേണ്ടി ദുആയിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരും നമ്മുടെ സഹോദരന്മാരും ഉണ്ടാകുക. അങ്ങനെ ഒരു ശേഷിപ്പ്, സ്വത്തുക്കൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് യാത്രയാകാൻ സാധിക്കുന്നെങ്കിൽ നമ്മൾ ധന്യമായി. മറിച്ച് മരണപ്പെട്ട 1, 2, 3 ദിവസം ഉപ്പാനെ കുറിച്ച് അയവരുക്കുകയും പിന്നീട് മക്കളുടേതായ ലോകത്ത് മുഴുകുകയും നമ്മുടെ കുടുംബം, നമ്മുടെ വീടുകൾ എന്ന് പറയുന്നത് ദുനിയാവിയായ ചർച്ചകളിൽ മാത്രം മുഖരീതമാകുകയും ചെയ്താൽ ഒറ്റയ്ക്ക് തനിച്ച് കബറിൽ കിടക്കുമ്പോൾ എന്ത് സമ്പാദ്യമാണ് ഭൂമിക്ക് മേലെ നാം അവശേഷിപ്പിച്ചു വന്നിട്ടുള്ളൂ എന്നുള്ള ചിന്ത നമ്മൾ ആത്യന്തികമായി ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വയം അറിവ് നേടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആ അറിവിന്റെ പ്രകാശം പകർത്താൻ പരമാവധി പരിശ്രമം നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ധർമ്മം എന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ എന്ന് പറഞ്ഞ കാലം എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതിനനുസൃതമായി സഞ്ചരിക്കുന്നവരല്ല, തിന്മകളെ എതിർക്കാത്തവരല്ല, നന്മകൾക്കെതിരെ കണ്ണുപൂട്ടുന്നവരുമല്ല. അവരുടെ ധർമ്മം എന്താ? അവർ ഈ ദുനിയാവിൽ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും? പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ പിൻതലമുറയും നോക്കിയാൽ അതിൽ നീതിമാനായിരിക്കും ഇൽമിനെ വഹിക്കുക. തീവ്രവാദികളുടെ ദുർവ്യാഖ്യാനങ്ങളെ ഈ പണ്ഡിതന്മാർ നിഷേധിക്കും. തീവ്രവാദികളുടെ ദുർവ്യാഖ്യാനങ്ങളെ, കാലാനുസൃതമായ മതത്തിൽ തീവ്രതയുണ്ടാവും, അതിനെ നിഷേധിക്കുന്ന, ഖണ്ഡിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അവരാരാണ്? അവർ യഥാർത്ഥ നീതിമാന്മാരായ ഇൽമിന്റെ ആളായിരിക്കും. ഇപ്പൊ സംഘടന വേണ്ട, അത് വിദഗ്ധാണ്, ഇന്നത് വിദഗ്ധാണ്, അത് വിദഗ്ധ ജനാധിപത്യം, ഇന്ത്യയിലെ ജനാധിപത്യം അത് കുഫ്റാണ്, ശിർക്കാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. തീവ്രതയാണ്, അങ്ങേയറ്റത്തെ നിലപാടുകളാണ്. അതിനെ ഗണ്ഡീതമായി വളരെ ശക്തമായി നിഷേധിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അതാണ് പണ്ഡിതന്മാർ. ബാത്തികളായ ചിന്തകളെ നിരാകരിക്കും. ഒരാൾ വന്ന അയാൾ പറയും, ഞാൻ വലിയാണ്, ഞാൻ ഖുതുബുൽ ആലമാണ്, ഞാൻ മുദബ്ബിറുൽ ആലമാണ്, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള ബാത്തിലുകളായി എന്തൊക്കെ ചിന്തയുണ്ടോ അതിനെ പരിപൂർണമായി നിരാകരിക്കും. വിവരദോഷികളായ ആൾക്കാരുടെ ദുർവ്യാഖ്യാനങ്ങളെ അവർ ഖണ്ഡിക്കും. ഈ സകലത്തും ദുർവ്യാഖ്യാനങ്ങളാണ്. ഇപ്പൊ ഖുർആനിൽ ഒരുപാട് ആയാത്തുകളുണ്ട്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എത്ര ആയാത്തുകളാണ്. ഡസൻ കണക്കിന്, നൂറുകണക്കിന് ആയാത്തുണ്ട്. ഈ ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ എന്താണ് ഇവരൊക്കെ ചെയ്യുന്നത്? അതിനെ വ്യാഖ്യാനിക്കുകയാണ്, ദുർവ്യാഖ്യാനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറക്കിയത് ആരിലാണ്? നല്ല രീതിയിൽ അറബി അറിയുന്ന, സംശുദ്ധമായ അറബി ഭാഷ സംസാരിക്കുന്ന അങ്ങേ ഖുറൈശികൾക്ക്, മക്കയിലും മദീനയിലും നിവാസികൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയത്. അവർക്ക് ഈ ഭാഷ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓതിക്കൊടുക്കും. അതിന്റെ ഗാംഭീര്യം കണ്ട് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊഴിക്കുന്നതായി കാണാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ പൊഴിയുന്ന രൂപം അവരിൽ കാണാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിന്റെ അർത്ഥ ഗാംഭീര്യം മനസ്സിലാക്കിയിട്ടാണ്. എന്നാൽ ആ അർത്ഥത്തെ തെറ്റിക്കുന്ന തഅ്വീലുകൾ, അതാണ് എല്ലാവരും ചെയ്യുന്നത്. യഥാർത്ഥ നസ്സായ അർത്ഥത്തിലേക്ക് കിടക്കാതെ ആ അർത്ഥത്തിൽ നിന്ന് ഭംഗം വരുന്ന ഒരുപാട് തഅ്വീലുകൾ, വ്യാഖ്യാനത്തിന്റെ വ്യാഖ്യാനം, അതിന്റെ ഫാക്ടറിയിൽ പോയിട്ട് ഇങ്ങനെ അരച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന സംഗതികളാക്കി മാറ്റുക. നേർക്ക് നേരെ ഖുർആനിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ മടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തഅ്വീലുകളെയും നിരാകരിക്കുന്നവരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമുക്കറിയാം തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ്, അതൊക്കെ ആരാണ് വേർതിരിക്കുന്നത്? ഇതൊക്കെ
പണ്ഡിതന്മാർ. സുന്നത്ത് എന്താണ്, വിദഅത്ത് എന്താണ്, ഹക്ക് എന്താണ്, ബാത്തിൽ എന്താണ്, ഹലാൽ എന്താണ്, ഹറാം എന്താണ്, ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക? നല്ല ദീനിൽ അവഗാഹമുള്ള അറിവുള്ള പണ്ഡിതന്മാരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിന്നാ മല്ലം യുജില്ല കബീറന, നമ്മളിൽ നിന്ന് മുതിർന്നവരെ ആദരിക്കാത്തവർ, വയർഹം സഗീറന, ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാത്തവർ, പണ്ഡിതന്മാർക്ക് കൊടുക്കേണ്ട അവകാശം വകവെച്ച് കൊടുക്കാത്തവർ, പണ്ഡിതന്മാർക്ക് കൊടുക്കേണ്ട അവകാശം വകവെച്ച് കൊടുക്കാത്തവർ ലൈസ മിന്നാ, അവർ നമ്മളിൽപ്പെട്ടവരല്ല. എല്ലാ പണ്ഡിത വേഷധാരികളെല്ലാം പറയുന്നു യഥാർത്ഥ ഹക്കിന് വേണ്ടി പണിയെടുക്കുന്ന പണ്ഡിതന്മാർ, അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കാത്തവർ അവർ നമ്മിൽപ്പെട്ടവരല്ല എന്നാണ്. സഹോദരന്മാരെ, ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആലിമുകളെ ആദരിക്കുവാനോ ബഹുമാനിക്കാനോ നമുക്ക് സാധിക്കേണ്ടത്. അവർ പോകുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് ബഹുമാനിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം പറയുന്നത്. അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കണം. ആ രൂപത്തിൽ നമ്മൾ അവരെ ആദരിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, എടുക്കുന്നു പറഞ്ഞോട്ടെ, ഇപ്പൊ നമ്മുടെ മദ്രസകളുടെ അവസ്ഥ എന്താണ്? മദ്രസകളിൽ പഠിപ്പിക്കുന്നവരാണ്. ഇപ്പൊ നമ്മൾ എവിടുന്നാണ് മതം പഠിച്ചത്? നമ്മുടെ മക്കൾ എവിടുന്നാണ് പഠിച്ചത്? എവിടുന്നാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മദ്രസകളിൽ വെച്ചിട്ടാണ്. ആരാണ് ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ന് പറഞ്ഞാൽ? ആരാണ്? അവരുടെ ബാല്യം മതപഠനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചവർ. അവരുടെ കൗമാരം മതപഠനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചവർ. അവരുടെ യുവത്വം മതപഠനത്തിന് വേണ്ടി മാറ്റിവെച്ചവർ. ചിലപ്പോൾ അവർക്ക് വലിയ സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാവില്ല. ദർസിൽ നിന്ന് കിതാബോധി പോയവരുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് അറബിക് കോളേജുകളിൽ നിന്ന് കിടന്ന ഷഹാദത്തുകൾ സർട്ടിഫിക്കറ്റ് നേടിയവരായിരിക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ അത് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഡിഗ്രികളോ അത്രത്തുല്യമായ കോഴ്സുകളോ PG നേടിയവരുണ്ടാവും. പക്ഷെ അതിൽ അപൂർവമാണ്. ഇന്ന് പോലും ഉസ്താദുമാരുടെ സാധാരണഗതിയുള്ള മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മതപഠനം പ്രത്യേകമായി ഹാസായി തെരഞ്ഞെടുത്തവരായിരിക്കും അവരിൽ മഹാഭൂരിപക്ഷം. പക്ഷെ അവർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ്? നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ്. നമുക്ക് നല്ല ശമ്പളങ്ങളും ഔന്നത്യങ്ങളൊക്കെ ഉണ്ടാവും. പരമാവധി മദ്രസ പഠനത്തിന് ജീവിതം ഒഴിഞ്ഞു വെച്ചെന്ന ഒരു ഉസ്താദിന് മദ്രസകളിൽ കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് 15,000 രൂപ, 16,000 രൂപ, 17,000 രൂപ ആയിരിക്കും. അയാളുടെ ജീവിതം 10-15 വർഷം ദീനീ പഠനത്തിന് വേണ്ടി ചെലവഴിച്ചായിരിക്കും. അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച ആളായിരിക്കും. അതിനുവേണ്ടി മതപഠനപരമായ അവരുടേതായ അറബിക് കോളേജുകളിൽ നിന്ന് പ്രൈവറ്റുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ആളായിരിക്കും. ചിലപ്പോൾ ഭൗതികമായ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അവർക്ക് അധികം പേർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ മതത്തിന്റെ പഠനങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം നേടിയവരായിരിക്കും. പക്ഷേ അവരെ പോലും ആദരിക്കാൻ നമ്മുടെ സമൂഹം ഇതുവരെ തുനിഞ്ഞിറങ്ങിയിട്ടില്ല. മാന്യമായ പരിഗണന കൊടുക്കുന്നില്ല. നമ്മുടെയൊക്കെയുള്ള മദ്രസകളുടെ അവസ്ഥയാണ്. ഡെയിലി മദ്രസകളുണ്ട്, അതുപോലെ തന്നെ വീക്കിലി മദ്രസകളുണ്ട്. ശനിയും ഞായറും മദ്രസകളിൽ വരുന്ന ഉസ്താദുമാർക്ക്, ടീച്ചർമാർക്ക് നമ്മൾ കൊടുക്കുന്ന ശമ്പളത്തിന് ഈ അടുത്ത കാലം വരെ 2,000 രൂപയൊക്കെ ആയിരുന്നു. പിന്നീട് 300, 400, 500, ഇപ്പോഴും 500ന്റെ അപ്പുറം പോയിട്ടില്ല. ഡെയിലി മദ്രസകളിലും അതുപോലെ തന്നെ ആഴ്ചക്ക് 2 ദിവസം മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് ദിവസേന കൊടുക്കുന്ന ശമ്പളം അല്ലെങ്കിൽ ടീച്ചർക്ക് കൊടുക്കുന്ന ശമ്പളം 500 രൂപയാണ്. 500 രൂപയാണ്. അതിനുള്ള എക്സ്ട്രാ ജോലി അവർ എപ്പോഴും ചെയ്യുന്നുണ്ട്. വാട്സപ്പുകളിൽ ദിവസം അവർ ഓതിയിടുന്നുണ്ട്, കുട്ടികളുടെ പിന്നാലെ നടക്കുന്നുണ്ട്, പരീക്ഷകൾ നടത്തുന്നുണ്ട്, അതിന് ആൻസർ പേപ്പർ നോക്കുന്നുണ്ട്. വീട്ടിൽ പോയാലും അവർ ഇതിന്റെ പിന്നാലെ തന്നെ ആയിരിക്കും. ശമ്പളമോ 500 രൂപയാണ്. എന്നാലോ കുറ്റപ്പെടുത്തലും കുറവുകളുമായിരിക്കും അവരുടെ പിന്നാലെ ഉണ്ടാക്കുക. സഹോദരന്മാരെ, നമ്മൾ അവരെ ആദരിക്കേണ്ട രീതിയിൽ ആദരിക്കാൻ നമ്മുടെ സമൂഹം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ വിഷയമാണ്. എത്രയെത്ര മുഅല്ലിമുകളുണ്ട്, എത്രയെത്ര ടീച്ചർമാരുണ്ട്. അവർ എന്താണ് ചെയ്തത്? നമ്മളെ മക്കളെ പഠിപ്പിക്കുക, നമ്മളെ കുട്ടികൾക്ക് വിജ്ഞാനം നുകരുകയാണ്. വിജ്ഞാനം നുകർന്നതിന്റെ പാതാവിലാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അത്യുന്നതങ്ങളിൽ എത്തിയിട്ട് നല്ല 2 6 7 ശമ്പളം വാങ്ങുന്നുണ്ടാവും ചിലപ്പോ. പക്ഷെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ചിലപ്പോൾ വീടുണ്ടാവുകയില്ല. വാടക വീടുകളിലായിരിക്കും അവർ താമസിക്കുന്നുണ്ടാകുക. വീടുകൾ പൊളിച്ച് വർഷങ്ങളോളം എടുത്ത് വാടക വീട്ടിൽ ക്വാർട്ടേഴ്സിന്റെ മുന്നിൽ 2 നില ഇടുങ്ങിയ റൂമിൽ വർഷങ്ങളോളം കഴിയുന്ന അധ്യാപികയെ അറിയാം. വീടെടുത്തു കൊടുക്കുന്ന മേഖലയിൽ കമ്മിറ്റിക്കാരുടെ ശ്രദ്ധ അവിടെയാണ് സഹോദരന്മാരെ വേറിട്ടുള്ളൊരു കാഴ്ചപ്പാടുമായി വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ് അൽഹംദുലില്ലാഹ് ഒരു നൂതനമായ ചിന്താഗതി വെച്ചിട്ടുണ്ട്. എന്തറിയോ? മുഅല്ലിമുകൾക്ക്, ടീച്ചർമാർക്ക് അവർക്കുള്ള ക്ഷേമനിധിയാണ്. വീടെടുക്കുന്ന മാർഗത്തിൽ അവരെ സഹായിക്കാം. അതുപോലെ തന്നെ രോഗമുണ്ടോ ആ സഹായിക്കുന്ന ഒരു പന്താവ് അവർ തുറന്നു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കടബാധ്യതയുണ്ടോ, അവരെ കുട്ടികളെ പഠിപ്പിക്കണോ, ആ രൂപത്തിലുള്ള സഹായ ക്ഷേമനിധിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കൂടാതെ മറ്റു രൂപത്തിലൊക്കെ സാമ്പത്തിക സഹായവും ആശയവുമായി അവരെ
മുന്നോടും ചുറ്റും വലയം ചെയ്തിട്ട് തന്നെ നമ്മുടെ ടീച്ചർമാരെ, അധ്യാപികന്മാരെ ആദരിക്കാനുള്ള ഒരു പ്രവണതയുമായി നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് വന്നത് എന്നത് ശ്ലാഘനീയമാണ്. ശമ്പളം ഉയർത്തണമെന്നാണ് നമുക്കൊക്കെ കമ്മിറ്റികൾക്കൊക്കെ കിട്ടുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. അവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കണമെന്നാണ്. സഹോദരന്മാരെ, അവരെ ആദരിക്കാൻ വേണ്ടി പറ്റിയൊരു ദിവസമായി സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ആഗസ്റ്റ് 1-നാണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് സഹായിക്കാൻ പറ്റുക? QR കോഡ് പുറകിട്ട് നമുക്ക് കഴിയുന്ന രീതിയിൽ സഹായിക്കാം. നമ്മുടെ അധ്യാപകന്മാരെ, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ, അവരെ സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണ്. ഏത് രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുമോ ആ രീതിയിലൊക്കെ സഹായിക്കുക, പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നന്മകളും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഈ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ സൽക്രമമായി നീ നമ്മളിൽ നിന്ന് സ്വീകരിക്കണമേ. അല്ലാഹുവേ, സദാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാൻ രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥകൾ, വാർദ്ധക്യത്തിലോ ജീവിതത്തിൻ്റെ ഏതെങ്കിലും അവസ്ഥകളിലോ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ, അല്ലാഹുവേ, എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ എന്നിവയ്ക്ക് തൊട്ടും നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, നമ്മളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും ഒരു നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.